എനിക്കത് ഓൾറെഡി ഉള്ളതാ. ചേട്ടാ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ ഇന്നൊക്കെ ഒരു സിനിമ കണ്ടു. സിനിമയുടെ പേര് തുടക്കം. എനിക്കിപ്പോഴാണ് ടൈം കിട്ടിയ റിവ്യൂടെ. അയ്യോ ടൈം കിട്ടുന്നില്ല. വാട്ടെവർ. സോ പടം കണ്ടു. തുടക്കം അഭിനയിച്ചിരിക്കുന്ന വിസ്മയ മോഹൻലാൽസ് തുടക്കം, അല്ലെങ്കിൽ നമ്മുടെ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസിൻ്റെ തുടക്കം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ ചുരുക്കി പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ. പിന്നെ ഞാൻ ഡീറ്റെയിൽ എനിക്ക് എന്താ തോന്നിയെന്ന് പറയാം. സിനിമ ഫാമിലി ആയിട്ട് കാണാം. ഒരു ത്രില്ലർ സോണാണ്. ആക്ഷൻ ത്രില്ലർ പടമാണ്. ഒരു വീക്കെൻഡ് ടൈമല്ലേ, ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് കണ്ടു നോക്കും. ഏറ്റവും ഞാൻ തനിച്ചാണ് കണ്ടപ്പോൾ തോന്നി ഫാമിലി ആയിട്ട് സെറ്റ് പടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ അത്രയും കിടിലോൾസ്കി കിടം കാച്ചി പടം എന്നല്ല, ഒരു എൻ്റർടൈനിങ് ആണ്. ഒരു ഡീസൻറ്റ് തുടക്കം എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ആളുടെ ഡെബ്യൂട്ട് ഫിലിം അല്ലേ, മോഹൻലാലിൻ്റെ മോളുടെ. അപ്പം നല്ലൊരു തുടക്കം എന്ന രീതിയിൽ പറയാം. ദെൻ സിനിമയിൽ എനിക്കാകെ പ്രാക്ടിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ വർക്കാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമിയോ. അതൊക്കെ ഇവരുടെ പടമായതുകൊണ്ട് ഊഹിക്കാമല്ലോ. അപ്പോൾ മോഹൻലാലിൻ്റെ ക്യാമിയോ അല്ല, ഇത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ക്യാമിയോ ഉണ്ട്. ഇവരുടെ ഒരു കൂട്ടുകെട്ടിൽ വരുമ്പോൾ സ്ഥിരം വരുന്നതാണ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ക്യാമിയോ. ഒട്ടുമിക്ക പടങ്ങളിലും ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ കാര്യമില്ല. ആ ക്യാമിയോ ആ റോളിൻ്റെ ആവശ്യമില്ല. ഒന്നും ഇനി ചെയ്യുന്നതാണേലും ആക്ച്വലി അതിൻ്റെ അല്ല പുള്ളിക്കാരൻ ചെയ്യുന്ന ആസ് എൻ ആക്ടർ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷെ സ്റ്റിൽ ആൻ്റണി പെരുമ്പാവൂരിനെ കാണുമ്പോൾ ഓഡിയൻസിൽ ഒരു കൈയടി ഉണ്ടാവും. ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കി സെറ്റാണ്. ഇതൊരു ആർട്ട് പടമൊന്നുമല്ലല്ലോ. ഇപ്പോൾ ലിജോ ജോസ് പള്ളിശ്ശേരി എടുക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് മൂവി അല്ലല്ലോ. ഇതൊരു ജസ്റ്റ് ഒരു എൻഗേജിങ് ആയിട്ട് ഇരുത്താൻ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈനർ ടൈപ്പ് മൂവി ആയതുകൊണ്ട് ഇതൊക്കെ പിന്നെ നമുക്ക് നെഗ്ലിജിബിൾ ആണ്. ബട്ട് എനിക്ക് പ്രാക്ടിക്കലി ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ക്യാമിയോ ആണ് പ്രശ്നം. വരുന്ന സിനിമകളിൽ വരുന്ന ക്യാമിയോ ആണ് പ്രശ്നം. എൻ്റെ ആവശ്യകത ശരിക്കും ഇല്ല പുള്ളിക്കാരന്. പക്ഷേ ഒരു പെർസ്പെക്റ്റീവ് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ അതിനൊരു വൈബുണ്ട്. ഇപ്പം ഹൈദരലിക്ക് ക്യാമിയോസിൽ ഹൈദരലിയുണ്ട്, മറ്റേ മാധ്യമപ്രവർത്തകൻ. അപ്പോൾ പുള്ളിക്കാരൻ ചില പടങ്ങളിൽ ഇതുപോലെ തന്നെ പത്രപ്രവർത്തകനെ മാധ്യമപ്രവർത്തകനായിട്ട് വരും. അത് ആ രീതിയിൽ എടുത്തൊരു രസമാണ്. അതുപോലെ തന്നെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നിയത് ആളുടെ ഫസ്റ്റ് മൂവി എങ്ങനെയുണ്ട്. ആസ് എ ആക്ട്രസ് വിസ്മയ മോഹൻലാലിൻ്റെ രണ്ട് മക്കൾക്കും ഇപ്പോൾ നമ്മൾ പറയുമല്ലോ പാരമ്പര്യവും ടാലൻറ്റ്. അപ്പാപ്പൻ്റെ കഴിവ് കിട്ടി, അല്ലെങ്കിൽ അപ്പൻ്റെ കഴിവ് കിട്ടി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ടാലൻറ്റ് കിട്ടിയെന്ന്. അതുപോലെ തന്നെ രണ്ട് മക്കൾക്കും ടാലൻ്റ് ഉണ്ട്. പക്ഷെ ഒരാൾ പ്രണവ്, അയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെയാണ്. ആ ഒരു രീതിയിൽ പോകുന്നു. പ്രണവിൻ്റെ ഫസ്റ്റ് മൂവി, ഇപ്പോൾ നിൽക്കുന്ന ലാസ്റ്റ് മൂവി ആസ് എൻ ആക്ടർ ഗ്രാഫ് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ ഇഷ്ടമുള്ള മൂവിയാണ് പുള്ളിക്കാരൻ്റെ വർഷങ്ങൾക്ക് ശേഷം. പേഴ്സണലി ഇതെൻ്റെ അഭിപ്രായം പറയുന്ന വർഷങ്ങൾക്ക് ശേഷത്തിൽ അഭിനയം, ഹൃദയത്തിൽ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണവിൻ്റെ. ആദിയിൽ അഭിനയം അല്ലല്ലോ ഹൃദയത്തിൽ അഭിനയം, ഗ്രാഫിന് വ്യത്യാസമില്ലേ. ഇതിപ്പോൾ ഇയാളുടെ വിസ്മയ മോഹൻലാലിൻ്റെ ഡെബ്യൂട്ട് ഫിലിമിലാണ് ആൾ ഇത്രയും നല്ലോണം അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ സിനിമയായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല റോള് കിട്ടിയാൽ സെറ്റാവും. അഭിനയമൊക്കെ സെറ്റാണ്. എനിക്ക് പേഴ്സണലി സായികുമാറുണ്ട്. അങ്ങനെ മെയിനായിട്ട് ഈ പടം നിൽക്കുന്നത് വിസ്മയുടെ ക്യാരക്ടറും പിന്നെ പറയുന്ന വില്ലൻ ക്യാരക്ടർ എന്താണോ അതിലെ പടം നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് വെയിറ്റേജ് കൂടുതലുള്ളത് ഈ നായികയ്ക്കും വില്ലനുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മനോജ് കെ ജയനൊക്കെ ഉണ്ട്. അതൊക്കെ രസമായിട്ട് ചെയ്തോളൂ. അറിയാലോ, ദിഗംബരനും തോരൻ ക്യാരക്ടേഴ്സിൻ്റെ മനോജ് കെ ജയൻ ചെയ്ത. ദെൻ പടത്തിലെ ഇടയ്ക്ക് കുറച്ച് വിറ്റുകൾ വരും. പടം സീരിയസ് പടമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കഥാപാത്രങ്ങൾ അടിക്കുന്ന കുറച്ച് വിറ്റുകളുണ്ട്. ചില കോമഡികൾ വീഴുന്നുണ്ട്. അത് ചിലർക്ക് അലമ്പായിട്ട് തോന്നും. അതെനിക്ക് ജനറലി ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ്. കാരണം അത് ഒരു സീരിയസ് സ്പേസിൽ പോകുന്നൊരു പടത്തിൽ കോമഡി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പറയുന്ന വിറ്റുകൾ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അത് പല രീതിയിലും ബാധിക്കും. പെട്ടെന്ന് ഡൗണോ പക്ഷേ ഈ പടത്തിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഇതിലൊരു കോമഡി ഉണ്ട്. സീരിയസ് ആയിട്ടുള്ളൊരിടയിൽ പോലീസ് ചെക്കിങ് നടക്കുന്ന സമയത്ത് പറയും അപ്പൻ ഐസ്ക്രീം വാങ്ങാൻ പോവാന്ന്. ബട്ട് അത് വർക്കായി, എനിക്ക് പേഴ്സണലി വർക്കായി. ഈ പടത്തിൽ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുന്ന ഈ പറയുന്ന ജോക്ക്, അല്ലെങ്കിൽ പറയുന്ന വിറ്റുകളാണെന്ന് പറയാം. നല്ല വിറ്റുകളത്. ഞങ്ങളുടെ എന്തിനാട്ടെ ഒന്നത്. ദെൻ പിന്നെന്താ തോന്നിയ പടം കണ്ടപ്പോൾ ഞാൻ കണ്ടത് വനിതയിലാട്ടോ. വനിത ഇന്നലെയാണ് ആക്ച്വലി പടം ഇറങ്ങി. പറ്റിയില്ല കാണാൻ, ടൈം കിട്ടിയില്ല, ഉറക്കക്ഷീണം കാര്യങ്ങളായിട്ട്.
ഇന്ന് കണ്ടു, ഉച്ചയ്ക്ക് ശേഷം വനിതയെ പോയി കണ്ടു. വനിതയുടെ സ്ക്രീൻ 3 കണ്ടത്. അവിടെ ഡോൾബി അറ്റ്മോസും 4K ലേസർ പ്രൊജക്ഷനാണ്. അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും തോന്നിയിട്ടില്ല. എല്ലാം ഇപ്പം എനിക്ക് വന്ന കുറച്ച് പറഞ്ഞ നേരത്തെ എടുത്തു പറഞ്ഞാലും മറ്റേ ക്യാമിയോ ബ്രോ അത് നെഗ്ലിജിബിളാണ്. ഇത് ആ ഒരു വൈബിലെടുത്ത് തന്നെ ഓക്കെയാണ്. ദെൻ മറ്റേ പുള്ളിക്കാരൻ്റെ മോൻ ഇവിടെ എമ്പുരാനിലാണ് പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് ആശിഷ് ജോ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ. അതിൽ ഒരു ലാസ്റ്റ് ഒരു ചെറിയ സീനിലാണ് പുള്ളിക്കാരനെ കൊണ്ടുവരുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൊരു സ്വാഗും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനുണ്ടായി. ഈ പടത്തിൽ നല്ല റോള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേതാന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഇതിൽ വില്ലൻ നെഗറ്റീവ് പുള്ളിക്കാരനാണ് ചെയ്യുന്നത്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ ആകെ ലാസ്റ്റ് ഒരു പോർഷന് മാത്രം പുള്ളിക്കാരന് ഒരേ ഒരു ഡയലോഗുള്ളൂ. ആ ഡയലോഗ് ഡെലിവറി സെറ്റാണ്. അതുപോലെ ഡയലോഗില്ല. ഞാൻ പറയില്ലേ, മെയിൻ ഇതിൽ വിസ്മയ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനും ഈ വില്ലൻ്റെ ക്യാരക്ടർ ആശിഷിയുടെ ക്യാരക്ടറിനാണ് വെയിറ്റേജ് ഉള്ളത്. മെയിൻ നിൽക്കുന്ന ഇവരുടെ വെയിറ്റേജില്ല, പിന്നെയുള്ള ആക്ടേഴ്സ് സപ്പോർട്ടിങ് വരുന്നത്. സോ ഈ കഥാപാത്രത്തെ ലാസ്റ്റ് വരെ കൊണ്ടുപോയി ഏറ്റവും അവസാനമാണ് ഇയാൾ വാ തുറക്കുന്ന ഒരു ഡയലോഗ് പറയുന്നത്. ഒരേ ഒരു ഡയലോഗ്, അതുവരെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ കൊണ്ടുപോയി. അങ്ങനെയായിരുന്നു എനിക്ക് പടം. പിന്നെന്താ, പിന്നെ എനിക്കിതൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുന്നു. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത്രേ ഉള്ളൂ. എല്ലാം കൊണ്ടൊരു ഡീസൻറ്റ് വാച്ച് എന്ന രീതിയിലൊരു നല്ലൊരു തുടക്കം, അങ്ങനെ പറയാം.